US അറ്റോർണി ജനറൽ സ്ഥാനത്ത് നിന്നും പാം ബോണ്ടിയെ മാറ്റി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ ടോഡ് ബ്ലാങ്ക്ചെക്കാണ് താൽക്കാലിക പദവി നൽകിയത്. MC നാസറുണ്ട് വിശദാംശങ്ങളുമായി. നാസർ, എന്താണ് ഇത്തരത്തിലൊരു അധികാര മാറ്റം ഇപ്പോൾ? വിനീഷ്, ഒരുപക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഈ ഒരു തീരുമാനം ട്രംപിന്റേതായി അല്പം മുമ്പ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത്. പാം ബോണ്ടിയെ അറ്റോർണി ജനറൽ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ്. ഏറ്റവും ഉയർന്ന ഒരു പദവി വഹിക്കുന്ന ഒരാളെ പിന്നെ ഈ ഒരു മാറ്റം ഒരു മാസത്തിനുള്ളിലാണ് ഒരു മന്ത്രിസഭാ തലങ്ങളിൽ ഇത്രയും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മാറ്റം ട്രംപ് കൊണ്ടുവരുന്നത്. എന്നിട്ട് അതിന് പകരം മറ്റൊരാളെ ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ ടോഡ് ബ്ലാൻഷയെ ആ സ്ഥാനത്തേക്ക് നിയോഗിച്ചതായിട്ടാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഈ എംസ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് മറയ്ക്കുന്നതിന് വേണ്ടിയാണ് ട്രംപ് ഇപ്പോൾ ഇറാൻ യുദ്ധത്തിൽ പോലും ഏർപ്പെട്ടതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം എംസ്റ്റീൻ ഫയലുകളിൽ ട്രംപിനെതിരായിട്ടുള്ള ഒട്ടേറെ തെളിവുകൾ ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അത്തരമൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ വളരെ തിരക്കിട്ട രീതിയിൽ ഈ ഒരു മാറ്റം അറ്റോർണി ജനറൽ സ്ഥാനത്ത് നിന്ന് പാം ബോണ്ടിയെ മാറ്റിയിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. അത് നിയമ സംവിധാനത്തിലുള്ള ഒരു പൊടുന്നനെയുള്ള ഒരു വ്യക്തിയുടെ കടന്നുകയറ്റമാണ് എന്നൊരു ആരോപണവും ശക്തമായിട്ട് ഉയരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും വകവെക്കാതെ പാം ബോണ്ടി വലിയ തോതിലുള്ള സേവനം രാജ്യത്തിന് വേണ്ടി അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ വളരെ മഹത്തായ രീതിയിൽ നിർവഹിച്ചു. പക്ഷേ തൽക്കാലം അവരെ മാറ്റുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പൊതുവായിട്ട് ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ ടോഡ് ബ്ലാൻഷെ ആയിരിക്കും അടുത്ത അറ്റോർണി ജനറൽ താൽക്കാലികമായിട്ട് ആ പദവിയിൽ തുടരുക എന്ന് കൂടി ട്രംപ് അറിയിച്ചിരിക്കുകയാണ്. പക്ഷേ പ്രതിപക്ഷം ഇതിനെ വലിയൊരു ആയുധമാക്കി മാറ്റാനുള്ള വലിയ സാധ്യത ഉള്ളതായിട്ടും അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിനിഷ, ശരി. MC നാസറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.